വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ 5ാം ദിവസവും പുരോഗമിക്കുമ്പോൾ വിജിൻ വായാന്തോട് തത്സമയ വിവരങ്ങളുമായി വീണ്ടും ചേരുന്നു. വിജിൻ, നാളെ മുതൽ കൂടുതൽ ശ്രമകരമായതും അല്പം കൂടി ബുദ്ധിമുട്ടേറിയതുമായ രീതിയിലാണ് തെരച്ചിൽ പുരോഗമിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും ഈ പാറക്കെട്ടുകൾ, അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നാളെ മുതലുള്ള തെരച്ചിലെന്ന് മനസ്സിലാക്കുന്നു. അസ്ത ഈ 5 ദിവസം കൊണ്ട് ഏകദേശം 60% വരെ രക്ഷാപ്രവർത്തനവും തിരച്ചിലുമൊക്കെ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഉപകരണങ്ങൾ ഒക്കെ എത്തിച്ച് ഈ ചൂരൽമലയ്ക്ക് താഴെയുള്ള പുഴയുടെ കുറുകെ വീണ കല്ലും പാറയും ഒപ്പം തന്നെ മണ്ണുമൊക്കെ നീക്കിയുള്ള പരിശോധന, ഒപ്പം തന്നെ ഈ പുഴയ്ക്ക് സുഗമമായി ഒഴുകാൻ ആവശ്യമായ രീതിയിൽ ഈ വലിയ പാറക്കല്ലുകൾ ഒക്കെ മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പുതുതായി എത്തിച്ച ചില ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിനിടയിലൂടെയാണ് രക്ഷാപ്രവർത്തകർ ഒക്കെ തിരിച്ച് വരുന്ന കാഴ്ച കാണുന്നത്. എന്തായാലും നാളെ ശക്തമായ രീതിയിൽ തന്നെ മറ്റുള്ളവർക്കുള്ള രക്ഷാപ്രവർത്തനവും തിരച്ചിലും തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മുണ്ടക്കൈയിലെ ഏകദേശം തിരച്ചിൽ അവസാനിപ്പിക്കാൻ തക്ക നിലയിലുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനമൊക്കെ ഏകദേശം പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഔദ്യോഗികമായി സർക്കാർ സംവിധാനങ്ങൾ അറിയിച്ചിട്ടില്ല. അങ്ങനെ എങ്കിലും സർക്കാർ പറയുന്നത് അവസാനം വരെ എല്ലാ തിരച്ചിലും തുടരാൻ തന്നെയാണ്. പക്ഷേ മുണ്ടക്കൈ ഭാഗത്ത് അത്തരത്തിൽ ഉള്ള തിരച്ചിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനി താഴെ ഭാഗത്തും അതുപോലെ തന്നെ ചൂരൽമലയും അതുമായി ബന്ധപ്പെട്ട് ഒഴുകുന്ന പുഴയിലും മറ്റു ഭാഗങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഒലിച്ചുപോയ ശരീരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുക, മൃതദേഹം കണ്ടെത്തുക, അങ്ങനെയുള്ള നീക്കങ്ങളാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. KSEBയുടെ വാഹനമാണ്. KSEBയുടെ പ്രവർത്തനം ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ വലിയ തരത്തിൽ ശ്ലാഘനീയമായ പ്രവർത്തനമായിരുന്നു. കാരണം ഈ നമുക്ക് ഇപ്പോൾ കാണുന്ന ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളും പോസ്റ്റും ഒക്കെ പൂർണ്ണമായും നശിച്ചിരുന്നു. ഇവിടെയൊക്കെ ചളി കയറിയ നിലയിലായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പക്ഷേ ഈ KSEB ഉദ്യോഗസ്ഥർ ദ്രുതഗതിയിൽ തന്നെ ഇവിടുത്തെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതാണ് ഒരു പരിധിവരെ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായമായത് എന്ന് പറയാൻ കഴിയും. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പട്ടാളത്തെ ഇങ്ങോട്ട് ഇറക്കാനുള്ള നിർദ്ദേശം നൽകുകയും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട അത്തരത്തിൽ പല റെജിമെൻറ്റുകളിലെ പട്ടാളക്കാരെ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞതും വലിയ തരത്തിലുള്ള ഉപകാരമായി. അതാണ് ഈ ബേലിപ്പാലമൊക്കെ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട സുഗമമായി ഈ മുണ്ടക്കൈ ഭാഗത്തുള്ള ആളുകളെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത്. കാരണം വാഹനങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ട് കടന്നു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കുറുകെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചായിരുന്നു ഈ രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടന്നു ചെന്നത്. പക്ഷേ വാഹനങ്ങളൊന്നും അതുവഴി കടത്തിവിടാൻ കഴിയുന്നൊരവസ്ഥയിലായിരുന്നില്ല. പിന്നീട് ബെയിലിപ്പാലം നിർമ്മാണത്തിന് ശേഷമാണ് ആംബുലൻസും സൈന്യത്തിൻ്റെ വാഹനങ്ങളും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റ് ഉപകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം നമ്മൾ ഇന്നലെയൊക്കെ കണ്ട കാഴ്ച, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒരു കുടുംബത്തെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി എത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ആ ഭാഗത്ത് അകപ്പെട്ടു പോയ ആളുകളെ ഉൾപ്പെടെ എത്തിക്കാനൊക്കെ സാധിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം എല്ലാ തരത്തിലും ഏകോപിപ്പിച്ച് ഏറ്റവും ശക്തമായ നിലയിലുള്ള രക്ഷാപ്രവർത്തനവും തിരച്ചിലും ഒക്കെ തന്നെയായിരുന്നു ഈ 5ാം ദിവസം വരെയും നടന്നത്. അതിൽ കൂടുതൽ ഉള്ള അന്വേഷണവും അതുപോലെ തന്നെ ഡ്രോൺ സംവിധാനം, ഈ തെർമൽ സ്കാനിംഗ് ലഭിക്കുന്ന രീതിയിലുള്ള ഡ്രോൺ ഉൾപ്പെടെ പറത്തി കല്ലിനിടയിലും പാറക്കെട്ടുകൾക്കിടയിലും ഒക്കെ ഏതെങ്കിലും മനുഷ്യ ശരീരം അവശേഷിച്ചിട്ടുണ്ടോ എന്ന കാര്യം ടെമ്പറേച്ചർ ഉൾപ്പെടെ പരിശോധിച്ചിട്ട് തെർമൽ ടെമ്പറേച്ചറൊക്കെ പരിശോധിച്ച് അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കൂടുതൽ പരിശോധന നടത്തുക, അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും നാളെ കടക്കുക. എന്തായാലും രക്ഷാപ്രവർത്തനം ഏറ്റവും അവസാന ഘട്ടം അവസാനിക്കുന്നതുവരെ തുടരണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതിന് ഒപ്പം തന്നെ ഈ പുഴയുടെ ഭാഗമായി ഉള്ള പുഴയിൽ അടിഞ്ഞുകൂടിയ വലിയ പാറക്കെട്ടുകൾ, ഒരുപക്ഷെ നമ്മൾ ഒക്കെ കണ്ടാൽ നമ്മൾ വലിയ മലകളിലുമൊക്കെ കണ്ടതിന് സമാനമായിട്ടുള്ള ആ പാറക്കെട്ടുകൾ പൂർണ്ണമായും വെള്ളത്തിൽ ഒലിച്ച് ഈ പുഴയുടെ ഭാഗത്ത് ഒക്കെ അടിഞ്ഞിരുന്നു. അത് ഈ JCBയും ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗപ്പെടുത്തി പൂർണ്ണമായും പുഴ ഒഴുകിപ്പോകാൻ കഴിയുന്ന, വെള്ളത്തിന് ഒഴുകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുകയൊക്കെ ചെയ്തു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. DYFIയുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ ഒക്കെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് താൽക്കാലികമായി ഇന്നത്തെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതിൻ്റെ ഭാഗമായി തിരിച്ചു വരുന്നത്. ഇവരൊക്കെ സജീവമായി ഈ രക്ഷാപ്രവർത്തനത്തിൽ 5 ദിവസവും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വിജിൻ വായാന്തോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.